ഗൈസ് നിങ്ങളൊരു ബാക്ക് ബെഞ്ചർ ആണോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നിങ്ങളൊരു ബാക്ക് ബെഞ്ച് ഇരിക്കുന്ന ഒരാളാണോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഹോംവർക്ക് ചെയ്യാറുണ്ടോ? നിങ്ങൾ ഹോംവർക്ക് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബാക്ക് ബെഞ്ചർ ആയിരിക്കാം മേ ബി. നിങ്ങൾ ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ യെസ് ഡബിൾ ടാപ്പയിലേക്ക് നോക്കുക. ചെയ്യാറില്ലെന്നുണ്ടെങ്കിൽ നോ ഡബിൾ ടാപ്പയിലേക്ക് നോക്കുക. ഓക്കെ, ഞാൻ ചെയ്യാറില്ല, അതുകൊണ്ട് ഞാൻ നോ ഡബിൾ ടാപ്പയിലേക്ക് നോക്കിയത്. ഞാൻ ഒരു ബാക്ക് ബെഞ്ചർ ആകാൻ ചാൻസ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ യെസ് ഡബിൾ ടാപ്പയിൽ നോക്കുക, ചെയ്യാത്ത കാര്യങ്ങൾ നോ ഡബിൾ ടാപ്പയിൽ നോക്കിയത്. ഓക്കെ, അപ്പോൾ അടുത്ത് രണ്ടാമത്, നിങ്ങൾ ടീച്ചേഴ്സിന് നിക് നെയിം വിളിക്കാറുണ്ടോ? ഇരട്ടപ്പേര് വിളിക്കാറുണ്ടോ? അതിപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ ടീച്ചേഴ്സിനെ കുറേ ഇരട്ടപ്പേര് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും വിളിച്ച കാര്യങ്ങൾ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ടീച്ചേഴ്സ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. എന്നെ കുറച്ച് ടീച്ചർമാരൊക്കെ വീഡിയോ കാണുന്നുണ്ട്, നമ്മുടെ റെസ്പോൺസ് അയക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ടീച്ചറിനെ വിളിച്ച് ഇരട്ടപ്പേര് ഞാൻ ഇവിടെ ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾ ടീച്ചറിനെ വിളിച്ച് ഇരട്ടപ്പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഞാൻ ടീച്ചറിനൊന്നും കാണിച്ചു കൊടുക്കത്തില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വേണമെങ്കിൽ പറയാം. നിങ്ങൾ ടീച്ചറിനെ ഇരട്ടപ്പേര് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എസ് ഡബിൾ ടപ്പയിലേക്ക് നോക്കുക, വിളിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നോ ഡബിൾ ടപ്പയിൽ നോക്കുക. നോ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ബാക്ക് ബെഞ്ചർ ആയിരിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, അടുത്ത മൂന്നാമതെന്ന് പറയുമ്പോൾ നിങ്ങൾ അറ്റൻഡൻസ് ഉറക്കുകയാണോ പറയാറുള്ളത്? ഉറക്കുകയാണോ നിങ്ങൾ അറ്റൻഡൻസ് പറയാറുള്ളത്? എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ടീച്ചറാണെന്ന് വിചാരിച്ചു. ഓക്കെ, ടീച്ചർ അങ്ങനെയാണോ നിങ്ങൾ പറയാറുള്ളത്? ഓക്കെ, അപ്പോൾ മീൻസ് ടീച്ചർ അറ്റൻഡൻസ് പറയുമ്പോൾ നിങ്ങൾ ഉറക്കുകയാണോ അറ്റൻഡൻസ്? പ്രസന്റ് സാർ, പ്രസന്റ് ടീച്ചർ എന്ന് പറയാറുള്ളത്. നിങ്ങൾ ഉറക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ബാക്ക് ബെഞ്ചർ ആയിരിക്കും. കാരണം കുറച്ച് ഓവർ സ്മാർട്ട് അല്ല, ബാക്ക് ബെഞ്ചർ വൈബാണ്. ഞാനൊരു ബാക്ക് ബെഞ്ചറാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറക്കുകയാണ് പറയുന്നത്. ഞാൻ യെസ് ഡബിൾ ടാപ്പയിലേക്ക് നോക്കിയത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലും നമുക്കൊരു മോട്ടിവേഷൻ തരാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സാമിന് കോപ്പി അടിക്കാറുണ്ടോ? എക്സാമിന് കോപ്പി അടിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ എക്സാമിന് കോപ്പി അടിക്കാത്തതായിട്ട് ആരുണ്ട് കൂട്ടുകാര എന്ന് പറയുന്ന പോലെ തന്നെയാണ്. നിങ്ങൾ കോപ്പി അടിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ യെസ് ഡബിൾ ടാപ്പയിൽ നോക്കുക, കോപ്പി അടിക്കാറില്ലെങ്കിൽ നോ ഡബിൾ ടാപ്പയിൽ നോക്കുക. ഇതെല്ലാം കമൻറ്റ് ബോക്സിലും പറയുക. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയും, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളും പറയുക. നല്ല കാര്യങ്ങൾ ഞാൻ മിൻ ചെയ്ത് നോക്കും, നല്ല അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മിൻ ചെയ്ത് നോക്കും. എല്ലാവരും കമൻറ്റൊക്കെ നോക്കുക. ഓക്കെ, അടുത്തത് അഞ്ചാമത് അസംബ്ലി. നിങ്ങൾ അസംബ്ലിക്ക് പോകാറുണ്ടോ? രാവിലെ മോർണിംഗ് അസംബ്ലിക്ക് പോകാറുണ്ടോ? ഞാൻ മോർണിംഗ് അസംബ്ലിക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാര്യം മോർണിംഗ് അസംബ്ലിക്ക് പോയുള്ള കുഴപ്പമെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള പിള്ളേർ തലയിറങ്ങിയൊക്കെ വീഴും. ചില അസംബ്ലിക്ക് കുറേ ആൾക്കാർ തലയിറങ്ങി വീഴുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ തലയിറങ്ങി വീഴുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടവും വരും. അതുപോലെ തന്നെ നമുക്ക് തലയിറങ്ങി വീഴുമോ, നമ്മളും തലയിറങ്ങി വീഴുമോ എന്നുള്ള ഒരു ഇതും വരും. പിന്നെ ടീച്ചർ പറയുന്നത് രാവിലെ ഒന്നും കഴിക്കാതെ വരുന്ന ആൾക്കാരാണ് തലയിറങ്ങി വീഴുന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ മുടി വെട്ടാൻ പറയും. അതുപോലെ തന്നെ താടി ഒരു രോമം വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ രോമം വെട്ടാൻ പറയും. അപ്പോൾ അസംബ്ലിക്ക് പോയാൽ നമ്മളെ പിടിക്കുന്ന പേരുകളോട് ഞാൻ അസംബ്ലിക്ക് പോകാതെ ബാത്റൂമിലൊക്കെ വിളിച്ചിരിക്കാറുണ്ട്, അതുപോലെ തന്നെ ക്ലാസ്സിൽ വിളിച്ചിരിക്കാറുണ്ട്. പക്ഷേ എന്നെ പൊക്കാറുണ്ട് ഗൈസ്, എന്നെ പിടിക്കാറുണ്ട് ഗൈസ്. ഓക്കെ സാറേ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം സാറേ. സാറിന് നമസ്കാരം സാറേ. ഓക്കെ, സാറിന് വേറെ ഞാൻ പറയുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഒരു ഫയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വാട്ടർ ബോട്ടിൽ കുക്ക് കൊണ്ടുപോകാറുണ്ടോ? സ്കൂളിൽ കുക്ക് കൊണ്ടുപോകാറുണ്ടോ? ഞാൻ കുക്ക് കൊണ്ടുപോകാറുണ്ട്. എനിക്ക് വെള്ളം കൊണ്ടുപോയില്ലെങ്കിൽ എനിക്കൊരു എന്തോ ഇറിറ്റേഷനാണ്. ഞാൻ എൻ്റെ കുപ്പിയിൽ തന്നെ വെള്ളം കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ വെള്ളം കൊണ്ടുപോകാത്ത ആൾക്കാർ വെള്ളമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ബാക്ക് ബെഞ്ചേഴ്സ് ആണെങ്കിൽ കുറച്ച് വെള്ളം കൊണ്ടുപോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്കൂൾ സിസ്റ്റം അനുസരിച്ച് എല്ലാ സ്കൂളിലും വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വാട്ടർ ബോട്ടിൽ മാത്രം കൊണ്ടുപോയി. വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാത്ത ആൾക്കാരുണ്ട്. നിങ്ങൾ വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്ന് കമൻറ്റ് പറയുക. നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബാക്ക് ബെഞ്ചർ ആയിരിക്കും. നിങ്ങൾ ബാക്ക് ബെഞ്ചറാണോ ഫ്രണ്ട് ബെഞ്ചറാണോ മിഡിൽ ബെഞ്ചറാണോ കമൻറ്റ് ചെയ്യുക.